ഫോട്ടോ എടുക്കാനും അത് കാണാനും ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ എല്ലാവരും. ഡിജിറ്റൽ ക്യാമറ വഴിയും മൊബൈൽ ക്യാമറ വഴിയും നമ്മൾ ഫോട്ടോസ് എടുക്കാറുമുണ്ട്. നിങ്ങളുടെ മൊബൈൽ ക്യാമറ എത്ര മെഗാ പിക്സൽ ആണ്? ലോകത്തിലെ ഏറ്റവും വലിയ വമ്പൻ ഡിജിറ്റൽ ക്യാമറയുടെ മെഗാ പിക്സൽ എത്രയാണെന്ന് അറിയുമോ? 3200 മെഗാ പിക്സലോട് കൂടി ലോകത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ ക്യാമറ എന്ന് വിളിക്കാവുന്ന ഇതിന്റെ പേര് ലെഗസി സർവേ ഓഫ് സ്പേസ് ആൻഡ് ടൈം അഥവാ LSST എന്നാണ്. ഡിജിറ്റൽ ക്യാമറ എന്ന് പറയുമ്പോൾ ഇത് സെൽഫി എടുക്കാനുള്ള ക്യാമറയാണ് എന്ന് കരുതണ്ട. ഇതൊരു ബഹിരാകാശ ക്യാമറയാണ്. അതായത് ആകാശത്തിന്റെ കമനീയ ചിത്രങ്ങൾ എടുക്കുകയും തമോർജം, തമോദ്രവ്യം എന്നിവയെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകാനും വേണ്ടിയിട്ടാണ് ഈ ക്യാമറ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. 3000 കിലോയാണ് ഈ ക്യാമറയുടെ ഭാരം. ഇതിൽ നിന്നുണ്ടാകുന്ന ചിത്രങ്ങൾ വളരെ വലുതാണ്. ഒരൊറ്റ ചിത്രം പ്രദർശിപ്പിക്കാൻ തന്നെ 378 4K സ്ക്രീനുകൾ വേണം. ഇതിന് 2 ലെൻസുകൾ ഉണ്ട്. ഒരെണ്ണത്തിന്റെ വീതി 1.5 മീറ്റർ ആണ്. രണ്ടാമത്തേത് 3 അടിയാണ് വലിപ്പം. ഈ ക്യാമറയുടെ ഫോക്കൽ പ്ലെയിനാണ് ഏറ്റവും ഗംഭീരം. 201 CCD സെൻസറുകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത്തരം സവിശേഷതകളെല്ലാം ചേർന്നാണ് വിപ്ലവാത്മകമായ റെസൊല്യൂഷൻ ഈ ക്യാമറയ്ക്ക് നൽകുന്നത്. 25 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗോൾഫ് ബോളിന്റെ എല്ലാ ഫീച്ചറുകളും കാണിക്കുന്ന ചിത്രങ്ങൾ എടുക്കാൻ വരെ ഇതുവഴി സാധിക്കും. പ്രപഞ്ചത്തിലെ വിവിധ ഗാലക്സികൾ കോടിക്കണക്കിന് വർഷങ്ങളുടെ ഇടവേളകളിൽ എങ്ങനെയൊക്കെ മാറി മറിഞ്ഞെന്നുള്ള വിവരം വരെ ഈ ക്യാമറ നൽകും. പ്രപഞ്ചത്തിലെ ദുരൂഹമായ സൂപ്പർനോവ വിസ്ഫോടനത്തെ കുറിച്ചുള്ള വിവരങ്ങളും ഇത് നൽകും. അടുത്ത വർഷം ജനുവരിയിൽ ഈ ക്യാമറയിൽ നിന്നുള്ള ആദ്യ ചിത്രങ്ങൾ ലഭിക്കുമെന്നാണ് ശാസ്ത്രലോകത്തിന്റെ പ്രതീക്ഷ. US-ൽ കഴിഞ്ഞ ദിവസം പൂർത്തീകരിച്ച ഈ വമ്പൻ ഡിജിറ്റൽ ക്യാമറയെ പറ്റിയുള്ള അറിവുകളാണ് ശാസ്ത്രലോകം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ വികാസത്തെക്കുറിച്ചും ഡാർക്ക് എനർജിയെക്കുറിച്ചും ഇതുവഴി പഠിക്കാൻ സാധിക്കും. ശതകോടിക്കണക്കിന് താരാപഥങ്ങളും നമ്മുടെ സ്വന്തം ഗാലക്സിയും ഏകദേശം 17 ബില്യൺ നക്ഷത്രങ്ങളും ഈ ക്യാമറ ഉപയോഗിച്ച് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ക്യാമറ പകർത്തുന്ന ചിത്രങ്ങളെ പറ്റി വ്യക്തമായ വിവരങ്ങൾ തരാൻ ഈ ക്യാമറയ്ക്ക് സഹായിക്കും. അതായത് അവ എത്ര വലുതാണ്, അവ ആകാശത്ത് എത്ര ഭൂപ്രദേശത്തെ ഉൾക്കൊള്ളുന്നു, അവയിൽ എത്ര നക്ഷത്രങ്ങളും ഗാലക്സികളും അടങ്ങിയിരിക്കും എന്നിങ്ങനെ. 10 വർഷത്തിനിടയിൽ ഒരു മേഖലയിൽ തന്നെ സംഭവിക്കുന്ന ഏത് മാറ്റങ്ങളും കൃത്യമായി നിരീക്ഷിക്കാൻ ശാസ്ത്രജ്ഞർക്ക് ഈ ക്യാമറ മുഖാന്തരം സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.